തുമ്പിക്കുട്ടിയുടെ ആവശ്യപ്രകാരം നമ്മളിന്ന് ബ്രൊക്കോളി കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ബ്രൊക്കോളി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ബ്രൊക്കോളി നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്കൊരു ക്യാരറ്റും 2 സവാളയും ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് സവാളയും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത ക്യാരറ്റ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ അടപ്പൊങ്ങ് തുറക്കുമ്പോൾ നല്ലൊരു മണം വരും. അതിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രൊക്കോളി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഓരോ ഉരുളകളായി എടുത്ത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് സാധാരണ റൗണ്ടാണല്ലോ, അപ്പോൾ ഞാൻ ആ റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റി ഇതാ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ ഇങ്ങനെ ഇട്ട് ഉരുട്ടി പരട്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ഒരാഗ്രഹം ഒന്ന് ചെയ്ത് നോക്കണമെന്ന്. കുട്ടികളല്ലേ, അവളെ കൊണ്ട് ഒന്ന് ചെയ്യിച്ചു. ഇതായിരുന്നു നമ്മുടെ തുമ്പിക്കുട്ടി ഉണ്ടാക്കിയെടുത്ത ഷേപ്പ്. ഞങ്ങൾ 2 പേരും കൂടെ 15 പീസുകൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തു. പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കട്ട്ലേറ്റിൻ്റെ ഓരോ പീസുകളായിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും അമ്മ ഒരു ടിപ്പുമായിട്ട് വന്നു, ഈ പാത്രത്തിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകുന്നു. അങ്ങനെ ഞങ്ങൾ പാൻ മാറ്റി വേറൊരു പാൻ എടുത്തു. ആ സമയം നമ്മുടെ ജുഗുനുക്കുട്ടൻ ഉണർന്നു. അങ്ങനെ ബാക്കിയെല്ലാം അവനെ കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ബാക്കി വന്ന പീസുകൾ കൂടി ഞങ്ങളിങ്ങനെ വറുത്ത് കോരി മാറ്റി വെച്ചു. ഞങ്ങളുടെ ആവശ്യത്തിനുള്ളത് മാത്രം ഞങ്ങളിതാ ഒരു പ്ലേറ്റിലാക്കി ടൊമാറ്റോ സോസൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് കൊടുക്കാനായിട്ട് പോവാം. ആൾ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കട്ട്ലേറ്റ് വന്നപ്പോൾ ബുക്കൊക്കെ മാറ്റി വെച്ച് ആളെടുത്ത് കഴിക്കാൻ തുടങ്ങി. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ജുഗുനുക്കുട്ടനും കൊടുത്തു, അവനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കടുത്ത വീഡിയോയിൽ കാണാം. ബൈ.